വിനീത് അഭിനയ രംഗത്തേക്ക് വന്നിട്ട് 20 വർഷങ്ങളായി അല്ലേ? കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 85-ലായിരുന്നു എൻ്റെ ആദ്യത്തെ പടം. അതെ, ഇടനിലങ്ങളായിരുന്നു. ശ്രീ ഐ വി ശശി സംവിധാനം ചെയ്ത ഇടനിലങ്ങൾ. കെ ബാലചന്ദ്ര സർ പ്രൊഡ്യൂസ് ചെയ്ത പടം. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഫിലിം. നക്ഷത്രങ്ങൾ റെക്കഗ്നിഷൻ അല്ല, ഇടനിലങ്ങളാണ് ആദ്യം റിലീസ്. ഐ ഡിഡ് എ സ്മോൾ റോൾ ഇൻ ദാറ്റ് ഫിലിം. അത് കഴിഞ്ഞ് നക്ഷത്രങ്ങളാണ് ഒരു പ്രോമിനൻറ്റ് മേജർ ഒരു ഹീറോ ആയിട്ട് വന്നത്. ഒരു ടീനേജ് ലവ് സ്റ്റോറി. ശ്രീ ഹരിഹരൻ സംവിധാനം ചെയ്തത്. ഭരതേട്ടൻ്റെ കൂടെ കുറേ പിക്ചേഴ്സ് തമിഴ് പടങ്ങൾ ചെയ്തു. മൈ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ തമിഴ് പടം ആവാരം പൂ. പിന്നെ അതിന് മുമ്പ് പ്രണാമം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ആവാരം പൂ പടത്തിലെ ക്യാരക്ടർ ഒരു മാതിരി മെന്റലി റിട്ടാർഡഡ് മാതിരിയുള്ള ക്യാരക്ടർ. മെന്റലി റിട്ടാർഡഡ് അല്ല, ആക്ച്വലി ഇമ്മച്യൂർഡ് ആണ്, അത്രയേ ഉള്ളൂ. ഈസ് നോട്ട് ഇംബസൈൽ ഒന്നുമല്ല, ചൈൽഡിഷ് ആണ്. ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കമൽഹാസന്റെ ചിപ്പിക്കുൾ മുത്തിന്റെ ഒരു ചെറിയ ഷെയ്ഡ് വരാണ്ടിരിക്കാൻ എന്താ ചെയ്തത്? ആക്ച്വലി ഷെയ്ഡ് വരാതിരിക്കാനല്ല, ഐ വാസ് വാച്ചിങ് 16 വയതിൻ്റെ കുറേ പ്രാവശ്യം ടു നോ, ബിക്കോസ് ഐ മീൻ അങ്ങേരുടെ പെർഫോമൻസ് ഇൻ 16 വയതിൻ്റെ ഇസ് ലൈക്ക് മൈ ഓൾ ടൈം ഫേവറേറ്റ്. എപ്പോഴും ഞാൻ വളരെയധികം അഡോർ ചെയ്യുന്നൊരു പടമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഐ മീൻ ഫോർ റെഫറൻസ് യു ക്യാൻ സേ, നമ്മൾ എൻസൈക്ലോപീഡിയ എടുത്ത് റെഫർ ചെയ്യല്ലോ, അതേപോലെ ഐ സോ ദിസ് influence അല്ല, I mean you can learn couple of things, and I mean even if it influences you, good, because അത്തരം performances should influence people like us. Okay, തമിഴിലും മലയാളത്തിലും കോമഡിയാണ് ഇപ്പോൾ അധികം സെല്ല് ചെയ്യണത്. വിനീതിനെ കൊണ്ട് കോമഡി ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് സിറ്റുവേഷൻ കോമഡി കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സ്ലാപ്സ്റ്റിക് കോമഡി ആയിട്ട് എനിക്ക് ഐ നോട്ട് ഗുഡ് അറ്റ് ദാറ്റ്. ചെയ്യാൻ ഒരുപാട് സീരിയസ് ക്യാരക്ടേഴ്സ് ആണ് ജാസ്തിയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ആസ് എ പേഴ്സൺ നോ, നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. പക്ഷേ കോമഡി ഫിലിംസ് ലൈക്ക് കാബുളിവാല ആൻഡ് അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ ഞാൻ ചതിക്കാത്ത ചന്തു ചെയ്തു. ദാറ്റ് ഹാഡ് സം ഹിലേറിയസ് സീൻസ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ കോമഡി ഒരു കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓക്കെ. കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ നോട്ട് ആസ് മച്ച് ആസ് സീരിയസ് റോൾ, ബിക്കോസ് ഐ എം മോർ കംഫർട്ടബിൾ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന്. ഇപ്പോൾ ചെയ്യുന്ന ചിത്രങ്ങൾ എന്താണ്? ഇപ്പോൾ ഞാൻ ചന്ദ്രമുഖി എഡിറ്റ് വിത്ത് രജനികാന്ത്. വെരി ഇൻട്രസ്റ്റിംഗ് റോൾ. മലയാളത്തിൽ ഞാൻ ഹരിഹരൻ സാറിന് പടം ചെയ്തു, മയൂഖ് എന്ന് പറഞ്ഞിട്ട്. ഐ ഡിഡ് എ ഗസ്റ്റ് റോൾ ഇൻ ദാറ്റ്. ഈ ചന്ദ്രമുഖിയിൽ വിനീത് ചെയ്ത ക്യാരക്ടർ മണിച്ചിത്രത്താഴിലെ ശ്രീധർ ചെയ്ത ക്യാരക്ടർ അല്ലേ? ആ സെയിം ഡാൻസർ. Same, but the base is the same thing. Like it's about a dancer and a professor, and he plays an important role. But there are a lot of changes. സ്റ്റോറി ലൈൻ നോക്കുമ്പോൾ സെയിം സ്റ്റോറി ലൈൻ മാതിരിയല്ലേ? മണിച്ചിത്രത്താഴിന്റെ അതേ സ്റ്റോറി ലൈൻ മാതിരിയല്ലേ? അതെ, ചന്ദ്രമുഖി. Yeah, the basic story line is the same, but treatment and because it's a Rajini sir's film, it's different and it's more grand and all that. ഓക്കെ, പരിണയം എന്ന പടത്തിൽ അഭിനയിച്ചത്, അതിൻ്റെ എക്സ്പീരിയൻസ്? പരിണയം ആ പടത്തിൽ ഞാനൊരു കഥകളി ഡാൻസറായിട്ടാണ് ചെയ്തത്. ആ ക്യാരക്ടർ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്യാരക്ടറാണ്. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് MT സാറിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. സോ എവറി ക്യാരക്ടർ ഇസ് വെരി വെൽ ഡിഫൈൻഡ്. ആൻഡ് ആ പടത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആസ് എ ഡാൻസർ എനിക്ക് ഒരു അവസരം കിട്ടി. എനിക്ക് ഈ പല പല കഥകളി വേഷങ്ങൾ, അതൊന്നും നമ്മളൊരു സാധാരണ ഒരു മനുഷ്യനോ ഒരു ഡാൻസർക്കൊന്നും കിട്ടുന്ന ഒരു അവസരമല്ല അത്. പിന്നെ പല പല വേഷങ്ങൾ ഞാൻ പറഞ്ഞു, രൗദ്രഭീമൻ, അർജുനൻ, കൃഷ്ണൻ, ഇത്തരം വേഷങ്ങളൊക്കെ എനിക്ക് ആ പടത്തിൽ ചെയ്തുകൊണ്ട് അതിലൊരു സോങ്ങിൽ വരുന്നുണ്ട് ഡിഫറെൻറ്റ് ഗെറ്റപ്പ്. ആ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഈ ഡാൻസർ വരുന്നതായിട്ടുണ്ട്. സോ ആ വേഷങ്ങളൊക്കെ എനിക്ക് ഇടാൻ കഴിഞ്ഞതൊക്കെ ഒരു വളരെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു മറക്കാനാവാത്ത അനുഭവം. ഓക്കെ, ഇപ്പോൾ ഒരു ജനറലായിട്ട് ഒരു ചെറിയ ക്രിറ്റിസിസം ഉണ്ടല്ലോ, ഡാൻസേഴ്സ് ആവുമ്പോൾ, മെയിൽ ഡാൻസേഴ്സ് ആവുമ്പോൾ അവരുടെ ജെസ്റ്റേഴ്സ് ഒക്കെ ചെറിയ ഒരു ഫെമിനിറ്റി ഉണ്ടാവും എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിനീതിൻ്റെ അടുത്ത്? ഇങ്ങനെ വേണ്ട, എല്ലാത്തിലും ഒരു ബിക്കോസ് നമ്മൾ അത്തരം ട്രെയിനിങ് ആണ്. ഐ മീൻ ആ സ്റ്റെപ്സ് അങ്ങനെയാണ്. ലൈക്ക് സോ അങ്ങനെ ഒരു ട്രെയിനിങ് ഓട്ടോമാറ്റിക്കലി ദാറ്റ് കംസ് നമ്മുടെ സാധാരണ ബിഹേവിയറിലും വരും. പക്ഷേ ഫെമിനിൻ ആയിക്കൊള്ളുന്നില്ല. ബിക്കോസ് നമ്മളിപ്പം ഏറ്റവും
എക്സ്പെർട്ടൻസ് ഇൻ ഡാൻസ് എടുത്തു കഴിഞ്ഞാൽ മെയിൽ ഡാൻസേഴ്സ് ആണ്, ലൈക്ക് ദ ധനഞ്ജയൻസ് ഓർ ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യം, ഗുരു വെമ്പട്ടി ചിന്നസത്യം, പിന്നെ കേളുചരൺ മഹോപാധ്യായ്, ഒഡിസി, എല്ലാം മെയിൽ ഡാൻസേഴ്സ് ആണ്. പക്ഷെ അവർ ദർ ഓൾ വെരി നോർമൽ. അവർക്ക് ബിക്കോസ് ഇറ്റ്സ് കുറേയൊക്കെ നമ്മുടെ ട്രെയിനിങ്ങിൽ ഒരു നല്ല ഗുരുവിൻ്റെ അടുത്ത് ട്രെയിൻഡ് ആണെങ്കിൽ ചിട്ടയോട് കൂടി പഠിച്ചാൽ അത്തരം ഇത് വരില്ല. ആ ഒരു ഡാൻസർ ബേസ് പക്ഷെ ഗ്രേസ് ഉണ്ടാവും, ബോഡിയിൽ ഒരു എലിമെന്റ് ഓഫ് ഗ്രേസ് ഉണ്ടാവും. പക്ഷെ ആസ് എൻ ആക്ടർ, ഒരു മെയിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്, എസ്പെഷ്യലി ഡാൻസസ് ചെയ്യുമ്പോൾ അത് ക്രീപ്പിൻ ചെയ്യാതിരിക്കാൻ, യുവർ ലുക്സ് ആൻഡ് ഓൾ ദാറ്റ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഇനിഷ്യലി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫിലിം ഡാൻസ് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നു. ചില സമയത്ത് സാധാരണ സീൻസും ചില ടൈമിൽ ചില ലുക്സ് ആൻഡ് ഓൾ, ലൈക്ക് ബിക്കോസ് ഡാൻസ് ട്രെയിനിങ് പ്രകാരം എവിടെ കൈ പോകുന്നു, യുവർ ഹാൻഡ് ഹസ് ടു ഗോ ദെയർ. സോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും ചില സമയത്ത്. സോ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം ആസ് എ മെയിൽ ആർട്ടിസ്റ്റ്. അതർവൈസ് ഐ ഡിഡ്ന്റ് ഹാവ് മച്ച്. ഇനിഷ്യലി കുറച്ച് അങ്ങനെ ആദ്യത്തെ കുറച്ച് പടങ്ങളിൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ മേഡ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു കൺട്രോൾ ദാറ്റ്. അങ്ങനെ അത്തരം ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സ് ഇതൊന്നും വരാതെ നോക്കാൻ ശ്രമിച്ചു. പിന്നെ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്.